ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ പച്ച ടൊമാറ്റോ കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ടൊമാറ്റോ അരിയാൻ തുടങ്ങുകയാണ്. അല്ല, എളുപ്പം പച്ച ടൊമാറ്റോ എടുക്കുന്നതാണ് നല്ലത്. പഴുത്തു വരാൻ തുടങ്ങുകയാണെന്ന് വരില്ല, അതിൽ ധാരാളം കുരുവും കാണും, വെള്ളമയവും കൂടുതലായിരിക്കും. ഞാൻ അരിയുന്ന ഒരു 1/4 ഇഞ്ച് കനത്തിൽ, ഒരുപാട് തിക്നെസ് ആകരുത്, എന്നാൽ വെരി തിന്നും ആയിരിക്കരുത്. വെരി തിന്നായിട്ട് അരിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കുമ്പം കുഴഞ്ഞു പോകും. തോരൻ ഉണ്ടാക്കുന്നതിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അര ടീസ്പൂൺ കടുകാണ് ഇട്ടത്. 2 ഉണക്കമുളക് മുറിച്ചത്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. നിങ്ങൾ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ 2-3 എടുക്കുക. വെളുത്തുള്ളി ആദ്യം ചതച്ചതിടുന്നത് കൊണ്ട് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങും. ഇനി ഞാൻ ഒരു 1/2 കപ്പ് വെള്ള സവോള അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഞാൻ സാധാരണ തോരൻ കറി അതുതന്നെയല്ല ചില കറികളൊക്കെ വെക്കുമ്പോൾ വെള്ള സവോളയാണ് ചേർക്കുന്നത്. കാരണം ആ കറി വെച്ച് കഴിയുമ്പോൾ ചുമല ഉള്ളിയാണെന്ന് വരില്ല, അതിൻ്റെ ഒരു നിറം മാറിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വെള്ളയുള്ളി ചേർക്കുന്നത്. വെള്ളയുള്ളി അല്ലെങ്കിൽ വെള്ള സവോള ചേർക്കുന്നത്. 2 എരിവുള്ള പച്ചമുളക്, അതിന് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം ചതച്ചെടുത്തത്. ഇതില് ചതക്കുന്നില്ലെന്ന് വരിയില്ല, ഹോൾ ജീരകം ഇട്ടാലും ജീരകത്തിന്റെ നല്ല ഫ്ലേവർ കിട്ടും. ഇനിയും 1 കപ്പ് ഫ്രഷ് തേങ്ങയാണ് ചേർക്കുന്നത്. ഈ തേങ്ങയും ഉള്ളിയും അതിന്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വേണം ടൊമാറ്റോ ചേർക്കാൻ. കാരണം ടൊമാറ്റോയിൽ നല്ല വെള്ളം ഉള്ളത് കൊണ്ട് ഇതിലെ വെള്ളം പോവുകയാണെന്ന് വരിയില്ല, ടൊമാറ്റോ കുഴഞ്ഞിരിക്കുകയില്ല. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൽ ചേർക്കുകയാണ്. ഇങ്ങനെ തേങ്ങ ഇതിലിട്ട് ഇളക്കി എടുക്കുന്നത് കൊണ്ട് വെള്ളവും പറ്റും, കറിക്ക് നല്ല രുചിയും കാണും. അതുപോലെ ഈ തേങ്ങ നമുക്ക് 2-3 വിധത്തിൽ ചേർക്കാം. ഇതെല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ഞെരടി ചേർക്കാം, മിക്സിയിൽ ഒന്ന് ചതച്ച് ചേർക്കാം, അമ്മിക്കല്ലുണ്ടെന്ന് വരിയില്ലേ അതിൽ ചതച്ചും ചേർക്കാം. ഇത് എളുപ്പമുള്ള വഴിയാണ്, ഇത് ടേസ്റ്റും ഉണ്ട്. തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ചേർക്കുകയാണ്. ടൊമാറ്റോ ചേർക്കുന്നതിന് മുൻപേ ഈ അരപ്പ് നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി അതിൽ നടുക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ്. ടൊമാറ്റോ നടുക്കോട്ടിട്ടതിന് ശേഷം ഈ ചുറ്റുമുള്ള അരപ്പിങ്ങനെ ഒന്ന് ഒതുക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അരപ്പിൻ്റെ എരിവും ഉപ്പും എല്ലാം ഈ ടൊമാറ്റോയിലേക്ക് ഇറങ്ങുകയും ചെയ്യും, ടൊമാറ്റോ ഒന്ന് വേകുകയും ചെയ്യും. ഞാൻ മൂടി വെക്കുന്നില്ല, കാരണം മൂടി വെച്ചാൽ ഒരുപാട് വെള്ളം അതിൽ നിന്ന് ഇറങ്ങും, പെട്ടെന്ന് പറ്റിപ്പോവുകയില്ല. ടൊമാറ്റോ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു ഞാൻ എണ്ണ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വെക്കുന്നതിന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. ഇങ്ങനെ വെക്കുകയാണെന്ന് വരിയില് പെട്ടെന്ന് ടൊമാറ്റോ സ്റ്റീം കയറി നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് ഒന്നും കൂടി ഇളക്കുകയാണ്. നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് ഉപ്പ് വേണമെന്ന് വരിയില് ചേർക്കാം. ഇതിന് സ്വല്പം ഉപ്പ് കുറവുണ്ട്, ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ടൊമാറ്റോയും അധികം അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്വല്പം ക്രഞ്ചിനെസ് കിട്ടണമെന്ന് വരിയില്ലേ, അധികം അങ്ങ് സോഫ്റ്റായിട്ട് വേവിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതുപോലെ ഇങ്ങനെ ഇളക്കി വെള്ളം ഉണ്ടെന്ന് വരിയില്ലേ സ്വല്പം തീ കൂട്ടി വെച്ചാൽ മതി, വെള്ളം പെട്ടെന്ന് പറ്റിക്കിട്ടും. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു നല്ല ഉഗ്രൻ ഇച്ചിരി പുളിയും ഒക്കെയുള്ള ഒരു നല്ല തോരൻ കറിയാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. അതിലേക്ക് ഞാൻ
ഒരു 2 തണ്ട് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ ഞാനൊന്ന് തട്ടിപ്പൊത്തി വെക്കുകയാണ്. അങ്ങനെ ഫ്രഷ് കറിവേപ്പില വിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫ്ലേവറോടുകൂടി ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിൽ വെച്ച് റോളാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യാം.